ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹരി. അടിപൊളി, ഒന്നും പറയില്ല. അയർലൻഡിൽ മഞ്ഞ് വീഴുവാണ്. കാഴ്ച കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്, ആദ്യമാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോൾ കാഴ്ചയാണ് സൂപ്പർ, ഒന്നും പറയില്ല. ഇന്നെനിക്ക് ഓഫ് ഡേ ആണ്. ഓഫ് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയത്. അടിപൊളി, സൂപ്പർ. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് ഞാൻ 7 മണിയൊക്കെ ആയപ്പോഴാണ് എണീച്ചപ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് പുറത്ത്. ഞാൻ വിചാരിച്ചു നല്ല മഴയായിരിക്കും. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കാണുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മൾ കിടിലം വൈബ് എന്നൊക്കെ പറയത്തില്ല, അതിനൊരു വലിയൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, സൂപ്പർ. അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കുഞ്ഞൂസും ചിപ്പിയും നല്ല ഉറക്കമാണ്. ഞാൻ അവരെ വിളിച്ചില്ല. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയി കാഴ്ചകളെ കണ്ടിട്ട് വരാം. കാറിലൊക്കെ ഒരുവിധം ഐസായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെതർ നോക്കുമ്പോൾ 9 മണി മുതലാണ് സ്നോ എന്നാണ് കാണിച്ചത് ഇന്നലെ, പക്ഷേ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. കാറിൻ്റെ ഗ്ലാസ്സിൽ ഫുള്ള് ഐസാണ്. ചൂടുവെള്ളം ഒഴിച്ച് കഴുകേണ്ടി വരുമെന്ന് വിചാരിച്ചു, പക്ഷേ കൈ വെച്ച് തുടച്ചപ്പോൾ തന്നെ പോയി. വലിയ സെറ്റായിട്ടുള്ള ഐസായി വരുന്നേ ഉള്ളൂ. ജാക്കറ്റും ഗ്ലൗസും ക്യാപ്പും എല്ലാം വച്ചിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഒരു രക്ഷയില്ല. കാറിനുള്ളിൽ കയറിയപ്പോൾ ഒന്നും കാണാൻ വയ്യ, ഫുൾ ഐസ് പിടിച്ച് ഫുള്ള് കവറായിരിക്കുവാണ്. ഞാൻ എന്തായാലും വൈപ്പർ ഇട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. വൈപ്പർ ഇട്ടപ്പോൾ തന്നെ ഐസെല്ലാം പോയി. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 1 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഞാൻ കാറും എടുത്ത് പുറത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. റോഡിലെ കാഴ്ചകളൊക്കെ വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 7:30 ആയി. 7:30 ആയിട്ടും നേരം വെളുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നേരം വെളുക്കുന്നത് കുറച്ച് താമസിച്ചാണ്. 8-9 മണിയാകും. ഇതൊക്കെ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന വഴികളാണ്. നമ്മുടെ അൽദി സൂപ്പർ മാർക്കറ്റും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സൂപ്പർ വാല്യൂം ഇതാണ്. ഇന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഭാഗ്യം ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഞാൻ നേരെ പോയത് ഫ്രാങ്ക്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഡഗ്ലസ് എന്ന് പറഞ്ഞൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് പോയത്. ഞാൻ വണ്ടി എടുത്ത് വന്നത് ഡഗ്ലസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വെറുതെ ഞാൻ ഇറങ്ങി നടക്കുവാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഫുള്ള് മഞ്ഞാണ്. കോട്ടിലൊക്കെ ഫുള്ള് മഞ്ഞായി. പനിയടിക്കുമെന്ന് അറിയാൻ മേല, എങ്കിലും സന്തോഷം കൊണ്ട് ഇറങ്ങി വന്ന് അടിപൊളി. അങ്ങനെ അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് മഞ്ഞുമഴ കണ്ടു. അടിപൊളിയാണ്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ, ആദ്യമായിട്ടാണ് ഈ നേരിട്ട് കാണുന്ന. ഒരുപാട് സന്തോഷം. ഈവനിങ് വാക്കിന് കുട്ടികളായിട്ടൊക്കെ എല്ലാവരും വാക്കിങ്ങിന് വരുന്ന ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഡഗ്ലസിൽ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സമയം 8 മണിയായി. ഇവിടെ ഒരു രക്ഷയില്ല. വൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പണ്ട് നമ്മൾ നോട്ട് ബുക്കിലും കമ്പ്യൂട്ടറിലും ഡെസ്ക്ടോപ്പിലൊക്കെ കണ്ടിട്ടുള്ള വാൾപേപ്പർ ഇല്ലേ, അതുപോലെയൊക്കെ ഉള്ള ഓരോ സ്ഥലങ്ങളാണ്. ഒരു രക്ഷയില്ല, സൂപ്പറാണ് ഇവിടെ. ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നടക്കാൻ ഇറങ്ങിയത്. വണ്ടി ഇതേ കിടക്കുന്നു, ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. വണ്ടിയൊക്കെ ഫുള്ള് ഐസായി. ഓക്കെ, ഫുൾ ഐസാണ്. അത് കഴിഞ്ഞിട്ട് ഡഗ്ലസിൽ തന്നെ വേറൊരു സ്ഥലത്ത് പോയി. അവിടെയും കൂടെ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു പ്ലേ സ്കൂളുണ്ട്. ആ പ്ലേ സ്കൂളിലേക്ക് കുട്ടികളൊക്കെ രാവിലെ കൊണ്ടാക്കുവാണ്. രാവിലെ സമയം 8 മണി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ കാറിലും തന്നെ അത്യാവശ്യം നല്ല ഐസുണ്ട്. എൻ്റെ കാറിലും ഫുൾ ഐസാണ്.
അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, എന്താ പറയണമെന്ന് അറിയില്ല. സന്തോഷം ഒരുപാടുണ്ട്. അങ്ങനെ 7 മണിക്ക് പോയ ഞാൻ തിരിച്ച് 9 മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയത്. ഏകദേശം 2 മണിക്കൂറോളം സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ വീട്ടിലെത്താറായി. വീട്ടിൻ്റെ അവിടെയൊക്കെ ഫുള്ള് ഐസായിട്ടുണ്ട്. പോയപ്പോൾ ഇത്ര ഇല്ലായിരുന്നു. പുല്ലിലൊക്കെ ഫുള്ള് ഐസ് പിടിച്ച് കിടക്കുവാണ്. വീട്ടിലെത്തിയപ്പോഴേക്കും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുൾ ഐസായി. സ്നോഫാളിങ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്, അടിപൊളി. ഞാൻ തിരിച്ചു വരുന്നതും കാത്ത് ചിപ്പി വെയിറ്റിങ്ങിലായിരുന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. കുഞ്ഞു ഉറക്കമായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി, ഒരുപാട് സന്തോഷം. നമ്മളിവിടെ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് നമ്മുടെ വീട്ടിൻ്റെ പുറകിൽ ജനലിൽ കൂടെയുള്ള കാഴ്ചയാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ പഞ്ഞിയൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തില്ലേ, അതുപോലെയുണ്ട്. സൂപ്പറാണ് കാണാൻ. സമയം 10:30 മണിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഡോർ തുറന്ന് നോക്കിയപ്പോൾ സ്നോഫാളിങ് എല്ലാം പോയി, ഐസൊക്കെ മെൽറ്റായി തുടങ്ങി. ഇന്ന് വെതർ ചെക്ക് ചെയ്തപ്പോൾ 100% റെയിനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് മഴയായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ, മഞ്ഞ് വീഴ്ചയുടെ വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും അടിപൊളി അയർലൻഡ് കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.